ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നപ്പോഴേ പതിവ് പോലെ നമ്മുടെ ഹോമിയോ ഡോക്ടർക്ക് ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്. പച്ച കള്ളം പറഞ്ഞ ആളുകളെ തമ്മിലടിപ്പിക്കാൻ നോക്കുക. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അതായത് ക്രിസ്മസ് ആഘോഷം, ആ മാർക്കറ്റ് സംഭവം നമ്മൾ കാണാറുണ്ടല്ലോ, ക്രിസ്മസ് മാർക്കറ്റ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ജർമ്മനിയിലെ ഒരു പട്ടണത്തിൽ ഇത്തവണ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഹിന്ദുക്കളെ പേടിച്ചിട്ടാണോ? സംഘികളെ പേടിച്ചിട്ടാണോ? ബുദ്ധമതക്കാരെ പേടിച്ചിട്ടാണോ? ജൂതന്മാരെ പേടിച്ചിട്ടാണോ? നിരീശ്വരവാദികളെ പേടിച്ചിട്ടാണോ? ആരെ പേടിച്ചിട്ടാ? മുസ്ലിങ്ങളെ പേടിച്ചിട്ട്. എന്താ അയാൾ ചെയ്തത്? അയാൾ വണ്ടി ഇടിച്ച് കയറ്റി കഴിഞ്ഞ വർഷം 5 പേരെ അവിടെ കൊന്നു. അല്ലല്ല, ആരുമല്ല. എല്ലാ മുസ്ലിങ്ങൾ തന്നെയാ. ഹിന്ദുക്കളല്ല, ബുദ്ധന്മാരല്ല, നിരീശ്വരവാദികളല്ല, ആരുമല്ല. എല്ലാ മുസ്ലിങ്ങളാ. നമുക്കേ ഇതിന്റെ BBC-യുടെ വാർത്തയിൽ വന്ന എന്താന്ന് നോക്കാം. ഈ ആരിഫ് ഹുസൈൻ അവസാനം പറയരുത് BBC എന്റെ കയ്യിലുള്ള പെയ്ഡ് വെർഷൻ ആണ്, പെയ്ഡ് വെർഷനിൽ പറഞ്ഞ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞെന്ന് ആരിഫ് ഹുസൈൻ അവസാനം പറയരുത്. എനിക്കതേ പറയാനുണ്ട്. ഈ മാർക്കറ്റ് ആക്രമണം നടത്തിയേ അബ്ദുൽ മുഹ്സിൻ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, കണ്ടു വായിക്കും. ഹീസ് നോട്ട് ആൻ എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ്. ഇൻ ഫാക്ട്, if you believe his social media post and broadcast interview, he appears to be have abandoned the faith and to have turned into an outspoken critic of Islam. ആള് ഒരു ഇസ്ലാമികപരമായിട്ടുള്ള വിശ്വാസിയേ അല്ല. ആള് വിശ്വാസമെല്ലാം വെടിഞ്ഞ ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ആരിഫ് ഹുസൈന്റെ ജർമ്മൻ വെർഷൻ എന്നൊക്കെ പറയുന്ന പോലെ ക്രിട്ടിക് ഓഫ് ഇസ്ലാം, ഇസ്ലാമിക വിമർശകനായ ആളാണ്. പൊന്നാരിഫ് ഞാൻ പറയുന്നതല്ല കേട്ടോ, BBC പറയുന്നതാ. പെയ്ഡ് വെർഷനിൽ ഉണ്ടാകുന്ന ചെക്ക് ചെയ്ത് നോക്കണേ. German Interior Minister Nancy Faeser said it was clear to see the suspect held Islamophobic views. ഇയാൾ ഇസ്ലാം വിമർശകനാണെന്ന് ജർമ്മൻ ഇന്റീരിയർ മിനിസ്റ്റർ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞത്. എന്ത്? അയാള് ഹിന്ദു അല്ല, ബുദ്ധനല്ല, ക്രൈസ്തവനല്ല, നിരീശ്വരവാദിയുമല്ല, പിന്നാരാ? മുസ്ലിമാണ്. ഞാൻ കാര്യം ചെയ്യട്ടെ, എന്തുകൊണ്ടാ നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളായിട്ട് പിന്നെ ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് വിട്ട് നടക്കുന്നത്? പേരൊക്കെ ഇടാം, എല്ലാവരുടെയും അവകാശമാണത്. പേരിടല് ഒരാളുടെ അവകാശമാണ്, പോട്ടെ, കഴിഞ്ഞ്. പക്ഷേ ഈ പേര് വല്ലം ഉപേക്ഷിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പേരിൽ കിടന്ന് റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, പണം തുട്ടുമണി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേരും വെച്ചിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന ഒരു യുക്തിവാദിയായി നിങ്ങൾ മാറിയത് അല്ലേ? ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം തീർന്നു പോകും, ഇസ്ലാം ഇല്ലാണ്ടായി പോകുന്ന പറഞ്ഞാണ് ആരിഫ് ഹുസൈൻ. എന്നാൽ ഇന്ന് ഇങ്ങേര് പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുന്ന ഇന്റർനെറ്റ് തന്നെയാണ്. ഇപ്പൊ BBC ആണ് എല്ലാം പറഞ്ഞു തന്നത്. ഗൂഗിളിൽ കൂടെ നോക്കിയപ്പോഴാണ് അത് കിട്ടിയത്. നിങ്ങൾ നോക്ക്, ഗൂഗിളിൽ നിങ്ങൾ ജർമ്മനിൽ മാർക്കറ്റ് കലാപം ഉണ്ടാക്കിയ അബ്ദുൽ മുഹ്സിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അതിൽ ആദ്യം തന്നെ കാണുന്ന കാര്യം ഇതായിരിക്കും. ഹീസ് നോട്ട് ആൻ എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് എന്ന വാക്കോട്ടായിരിക്കും തുടങ്ങുന്നത്. ആ ആളെ കുറിച്ചാണ് ഇങ്ങേര് മുസ്ലിം ആണെന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ നോക്കുന്നത്. വേറൊന്നുമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടാക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാരും കൂടി സഹവർത്തിത്തോടുകൂടി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരപ്പിക്കുക. എന്നിട്ട് മറ്റേ ആടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ ഇടയിലിരുന്ന് രക്തം കുടിക്കാനാണ് ഇവന്റെയൊക്കെ ഉദ്ദേശം. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഈ ആരിഫ് ഹുസൈന്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടിട്ട് വഞ്ചിതരായിട്ടിരിക്കുകയാണെങ്കിൽ സത്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അവൻ പറയുന്ന കാര്യങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാസ്തവം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ തൊലിഞ്ഞ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് ഇന്റർനെറ്റിൽ നോക്കണം, അതിന്റെ സത്യാവസ്ഥ എവിടെയെങ്കിലും കിടപ്പുണ്ടാകുന്നു ഉണ്ടെങ്കിൽ അത് പറയാൻ പോവല്ലേ. വെറുതെ എന്തിനാണ് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കോമാളിയാവാൻ പോകുന്നത്?